എല്ലാവരുടെയും ദൈവത്തിന്റെ മഹാപ്രഭു, ദൈവത്തിന്റെ മാനം പ്രാപിച്ചാൽ, സമൂഹത്തിന്റെ മാനം പ്രാപിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഭാര്യ സാറ ഭർത്താവിനെ വിളിച്ചത് യജമാനനെ, മാസ്റ്റർ, യു ആർ മൈ ഹെഡ്. യജമാനനെ. വീട്ടിലും മാനം, നാട്ടിലും മാനം, സ്വർഗത്തിലും മാനം. ആമേൻ. ഉയർച്ചയുടെ അവസ്ഥ. അതേ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു സൈഡിൽ ഇടിവ്, കണ്ണുനീർ, കയ്പ്, നിലാപം, ഞാൻ മക്കളില്ലാത്തവൻ. ആബ്രഹാമിന്റെ കൂടാരം അന്വേഷിച്ച് എന്റെ ദൈവം ഒരു നാൾ വന്ന് ഈ ആബ്രഹാം ഉൽപ്പത്തി 13:14 ആബ്രഹാമോട് ദൈവം കൽപ്പിക്കുന്നു, ആബ്രഹാം നിന്റെ തലയെ നീ പൊക്കുക, പൊക്കി നോക്കുക. അതിന്റെ അർത്ഥം തല കുനിഞ്ഞ് ഇരിപ്പു. ദൈവത്തിന്റെ സ്നേഹിതൻ ജീവിതം തല കുനിഞ്ഞ ജീവിതം സന്തോഷം വരുമ്പോഴല്ല ഒരാൾ തല കുനിയുന്നത്, ദുഃഖം വരുമ്പോഴാണ്. ദുഃഖം എപ്പോ വരും? കഷ്ടത വരുമ്പോൾ. കഷ്ടത ആഞ്ഞടിക്കുമ്പോൾ ദുഃഖം വരും. ബൈബിൾ വചനത്തെ സാക്ഷീകരിച്ച് ഞാൻ 3 കാര്യങ്ങൾ ദൈവാത്മാവ് ഗ്യാരണ്ടി നൽകുന്നു, ശ്രദ്ധിച്ചുകൊള്ളുക. കഷ്ടത വരുമ്പോൾ ദുഃഖം വരും, ദുഃഖം വരുമ്പോൾ തല കുനിയും. പക്ഷെ നീ ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ മായം ഇല്ലാതിരുന്നാൽ ആ കഷ്ടതയും നെടുവീർപ്പും കണ്ണീരും എത്തിച്ചേരുന്നത് തകർച്ചയിലല്ല, പ്രത്യാശയിലാണ്. പലരും പറയും, കഷ്ടത വന്ന് തകർന്ന് കിടക്കുമ്പോൾ പറയും, അയ്യോ ഒരു കാരണവും ഇല്ലാതെ എന്റെ മോൻ അതാ രോഗം പിടിച്ച് കിടക്കും, ഒരു കാരണവും ഇല്ലാതെ എന്റെ ഭർത്താവിനെ പോലീസ് പിടിച്ചിട്ട് പോയി. കള്ളം പറയരുത്, കള്ളം പറയരുത്. ബിഹൈൻഡ് എവറി അഫ്ലിക്ഷൻ there is a reason. ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിലും ബൈബിൾ ആണയിട്ട് പറയുന്ന ഒരു കാരണമുണ്ട്, ഒരു കാരണമുണ്ട്. നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ഒരു കാരണമുണ്ട്. ഇത് ബൈബിൾ നൽകുന്ന ഗ്യാരണ്ടിയാണ്. യോബുവിൻ പുസ്തകം 5:6 ദേവഭക്തൻ യോബ് എഴുതുന്നു, തീപ്പൊറി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ആമേൻ. തീ ഇല്ലാതെ തീപ്പൊറി ഉയരത്തില്ല, അവിടെ തീ കാണണം. ആമേൻ. ഹല്ലേലൂയ. മനസ്സിലാക്കിയവർ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. തീ ഉണ്ടെങ്കിൽ മാത്രമേ തീ പൊറി പറക്കുകയുള്ളൂ. അതുപോലെ ഒരു കാരണമുണ്ടെങ്കിൽ മാത്രമേ നിന്റെയും എന്റെയും ജീവിതത്തിൽ കഷ്ടത ആഞ്ഞടിക്കുകയുള്ളൂ. There must be a reason behind your affliction. ഒന്ന്. രണ്ടാമത്, പ്രിയമുള്ളവരെ, പ്രവാചകൻ നഗൂം എഴുതുന്നു, ശ്രദ്ധിക്കണം. നഗൂം പ്രവചനം 1:9 ഒരു കഷ്ടത 2ാം പ്രാവശ്യം പൊങ്ങി വരികയില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ஒரு இடுக்கம், தமிழ் வேதாகமம் சொல்லுகிறது, ஒரு இடுக்கம் மறுபடியும் உண்டாகாது. ஆமென். An affliction will not rise up for the second time. ஒரு கஷ்டத வந்தோ, சாப்டர் தீர்ந்தோ, நீ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ആ കഷ്ടത നിന്റെ ആയുസിൽ വീണ്ടും തല പൊക്കുകയില്ല. ആമേൻ. കാരണമില്ലാതെ കഷ്ടതയില്ല. ഒരു കഷ്ടത 2ാം പ്രാവശ്യം പൊങ്ങി വരികയില്ല. 1 കൊരിന്ത്യർ 10:13 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീ സഹിപ്പാൻ കഴിയാത്ത കഷ്ടത എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിക്കുകയേ ഇല്ല. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ബ്രദർ, നീ പറയുന്നത് പച്ച കള്ളമാണ്. നിന്റെ ശേഷിയും കഴിവും എന്റെ ദൈവത്തിന് അറിയാം.
നീതി നിമിത്തം നിന്റെ മതിലിൽ കഷ്ടത ആഞ്ഞടിക്കുമ്പോൾ തിമോത്തിയുസിന് പൗലോസ് ലേഖനം എഴുതുന്നു, മകനെ കഷ്ടം സഹിക്കാ, പുറപുറുക്കരുത്. എൻഡ്യൂർ അഫ്ലിക്ഷൻ, കഷ്ടം സഹിക്ക. നീ കഷ്ടം സഹിക്കുമ്പോൾ പ്രത്യാശ വർദ്ധിക്കും. പ്രത്യാശ വർദ്ധിക്കുമ്പോൾ വിശ്വാസത്തിലുള്ള ബലം കൂടും. അമ്മ തന്റെ 3.5 വയസ്സ് കുട്ടിയെ ഉടുപ്പുമിട്ട് ഷാട്ടുമിട്ട് ഷാക്ഷുമിട്ട് ഷൂമിട്ട് സ്കൂളിലേക്ക് ഒരുക്കി സ്കൂൾ ബസ്സിനായി കാത്തിരുന്ന് എന്നും നിലവിളിക്കും അവൻ. സ്കൂളിലേക്ക് പോകുമ്പോൾ, മമ്മി ഇന്ന് സ്കൂൾ വേണ്ട, മമ്മി ഇന്ന് സ്കൂൾ വേണ്ട. ഷൂ ഇട്ട് കെട്ടുമ്പോൾ അന്നും കുഞ്ഞ് നിലവിളിച്ച്, മമ്മി എനിക്ക് കാൽ വേദനിക്കുന്നു, ഇന്ന് സ്കൂൾ വേണ്ട. അമ്മ അടിച്ച്, അമ്മ പല അടികൾ കൊടുത്ത്, നീ എന്നും ഇങ്ങനെ കളിക്കുന്ന, നീ സ്കൂളിൽ പോകണം. മമ്മി ഇറ്റ് ഈസ് പെയിനിങ് ഇൻസൈഡ് മൈ ഷൂ, ഇൻസൈഡ് മൈ ഷൂ ഇറ്റ് ഈസ് പെയിനിങ്. ഷൂവിന്റെ അകത്ത് എനിക്ക് വേദനിക്കുന്നു, മമ്മി എനിക്ക് സ്കൂള് വേണ്ട. അമ്മ അടിച്ച് നിർബന്ധിച്ച് ഷൂവിനെ ബലമായി കെട്ടി സ്കൂളിലേക്ക് കുഞ്ഞിനയച്ചു. 1/2 മണിക്കൂറായില്ല, സ്കൂളിൽ നിന്ന് ആംബുലൻസിൽ ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡി മടക്കിക്കൊണ്ടുവന്ന് ആ ഷൂവിന്റെ അകത്തെ ഒരു തേള്, അമ്മയും അറിഞ്ഞില്ല കുഞ്ഞും അറിഞ്ഞില്ല. അത് കടിച്ച വേദനയിലാണ് കുഞ്ഞ് നിലവിളിച്ചത്, അമ്മ എനിക്ക് വേദനിക്കുന്നു. പ്രസവിച്ച അമ്മ, ഊട്ടിയ അമ്മ, വളർത്തിയ അമ്മ കുഞ്ഞിന്റെ നിലവിളി അറിഞ്ഞില്ല. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ദാനിയേൽ 9:23 നാം നിലവിളിക്ക് മുമ്പ് നമ്മുടെ നിലവിളി അറിയുന്നവനാണ് ദൈവം. ആ വിശ്വാസത്തിൽ നീ ബലപ്പെടണം. നീ കരയും മുമ്പ്, നീ പ്രാർത്ഥിക്കും മുമ്പ്, നീ അപ്പാ എന്ന് നിലവിളിക്കും മുമ്പ്, നിന്റെ നിലവിളിയുടെ വെയിറ്റ് നിനക്ക് മറുപടി. നീ നിലവിളിക്ക് മുമ്പ് മറുപടിയുമായി നിൽക്കുന്നവനാണ് യേശു കർത്താവ്. Be strengthened in that kind of faith. ആ വിശ്വാസത്തിൽ നീ ബലപ്പെടുക. എഴുന്നേൽക്ക. നന്ദി, നന്ദി യേശുവേ, നന്ദി. നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ മാന്ത്രിക കുഴലോ അനുഗ്രഹത്തിനായി നല്ല മാർക്ക് കെട്ടുവാൻ ഓതിക്കെട്ടിയ വെള്ള കയറോ ഉണ്ടെങ്കിൽ അങ്ങും ഇങ്ങ് നോക്കരുത്, പൊട്ടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. ഇത് ഒന്നും നിന്നെ സഹായിക്കുകയില്ല. സഹായിക്കുന്നവൻ യേശു മാത്രം, സഹായിക്കുന്നവൻ യേശു മാത്രം. നിലവിളിക്കുമോ, 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 നിലവിളിക്കുമോ? 2 കൈകളും ഉയർത്തി, കൈകളെ തട്ടി, ആത്മാവിൽ നിറഞ്ഞ്, യേശുവേ എന്റെ ഉള്ളിൽ വരണമേ, യേശുവേ എന്റെ ഉള്ളിൽ വരണമേ. ഇരുന്ന് ഉറങ്ങരുത്, സമയമില്ല. We don't have time. നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി, കൈകൾ ഉയർത്തി, കൈകൾ തട്ടി, കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. യേശുവേ നിലവിളിക്കുക, 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 നിലവിളിക്കുക. യേശുവേ നിലവിളിക്കുക. വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്. യേശുവേ 2 കൈകളും ഉയർത്തി, യേശുവേ. പോരാ, പോരാ, പോരാ. 2 കൈകളും ഉയർത്തി, യേശുവേ, യേശുവേ എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഹൃദയത്തിൽ വരണമേ, എന്റെ ജീവിതത്തിൽ വരണമേ. വാ തുറന്ന് നിലവിളിച്ചാട്ടെ, നോക്കി നിൽക്കരുത്.
வெறும் ஷோய்க்காய் நிற்கிறது. வா திறந்து நிலவிழிச்சாட்டு, இயேசுவே கரைகா கரைகா. அக்னி இறங்குன்னு, அக்னி இறங்குன்னு, அக்னி இறங்குன்னு. கட்டிகள் மாயின்னு, முளகள் தெறிக்குன்னு, நின்ற அனுகிரகத்தை கார்ந்து தின்ன பேயுட பட்டடிகள் பொழியுன்னு, நின்ற குடும்ப ஜீவிதத்திலே உள்ள சமாதானம் இல்லாம இயேசுவின் நாமத்தில் இப்போ மாஞ்சி போகுன்னு, இயேசுவின் நாமத்தில் விடுதல் கல்பிக்குன்னு. தங்கப்பன் 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 மரண திவசம் டாக்டர்மார் விதி எழுதி கையில் டேப்லெட் கொண்டு நடക്കുന്ന தங்கப்பன், നിങ്ങളുടെ ഹൃദയത്തിന്റെ ഫംഗ്ഷനെ കർത്താവ് തൊടുന്ന് നേരെയാക്കുന്നു, നേരെയാക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നുടാ, അഗ്നി വ്യാപരിക്കുന്നുടാ. എന്റെ ഇടതുഭാഗത്തിൽ നെഞ്ചിലെ മുളയുമായി നിലവിളിക്കുന്ന 3 സഹോദരിമാര് യേശു ഇപ്പോൾ തൊടുന്ന് മുളകൾ അപ്രത്യക്ഷമാകുന്നു, കട്ടികൾ അപ്രത്യക്ഷമാകുന്നു. യേശുവിൻ നാമത്തിൽ രക്തത്തിലുള്ള എല്ലാ വിഷാംശവും യേശു തൊടുന്ന് സൗഖ്യമാക്കുന്നുടാ. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. കൈകളെ ഉയർത്തി കൈകളെ തട്ടി എല്ലാവരും 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 യേശുവേ നന്ദി. ആത്മ നിറവിൽ ആരാധിച്ചാട്ട്, ആത്മ നിറവിൽ ആരാധിച്ചാട്ട്, ആത്മ നിറവിൽ ആരാധിച്ചാട്ട്. രോഗമുള്ള സ്ഥാനത്ത് കൈവച്ച് കൊള്ളുക. യേശുവിൻ നാമത്തിൽ ആ രോഗം ഇപ്പോൾ മാറുന്നു, ആ രോഗം ഇപ്പോൾ മാറുന്നു, ആ രോഗം ഇപ്പോൾ മാറിപ്പോകുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ടീ 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 ടീ. ആത്മബലത്താലേ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ എടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാകളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാകളം നാം കേട്ടിടാം. കാണ്ടൻ വാരാറാ നാമും പോകാറാ. കാണ്ടൻ വാരാറാ നാമും പോകാറാ. കാണ്ടൻ വാരാറാ നാമും പോകാറാ. കാണ്ടൻ വാരാറാ നാമും പോകാറാ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലകൾ തികച്ചു നാം ജനശകാല ദന്ധനദബ ഉറഗാല ദന്ധനദബ
കടന്നു വന്നിരിക്കാൻ നന്ദി. എല്ലാരെയും തൊട്ടതിനായി സ്തോത്രം, നിറച്ചതിനായി നന്ദി. മാനവും മഹത്വവും ദൈവത്തിന്. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.